ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അടുത്ത ഭാഗം ഏതാണ്? അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റിവിറ്റി. നമ്മൾ അഡീഷണൽ പഠിച്ച പോലെ തന്നെ ആദ്യം ക്ലോസർ പ്രോപ്പർട്ടി, അടുത്ത കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഓർക്കുന്നുണ്ടോ? അതായത് സംഖ്യകളെ നേരിട്ട് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും തിരിച്ചിട്ട് ചെയ്താലും സെയിം ആൻസർ ആണ്. അതായത് എ പ്ലസ് ബി എന്ന് ചെയ്താലും ബി പ്ലസ് എ എന്ന് ചെയ്താലും സെയിം ആണ്. നമ്മൾ അഡീഷന്റെ കേസിൽ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? അപ്പം ഇതിന്റെ കേസിൽ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്ന് നോക്കാം, ഇവിടെ സെയിം ആവുമോ എന്ന് നോക്കാം. 3 ഇൻറ്റു -4 12 അല്ലേ ആൻസർ? ഒരു പ്ലസ് ഒരു മൈനസ്, ആൻസർ ഈസ് -1. ഓക്കെ, അടുത്തത് 30 ഇൻറ്റു 12 360 ആണ്. ഒരു മൈനസും ഒരു പ്ലസും വന്നു, ആൻസർ ഈസ് നെഗറ്റീവ്. 15 ഇൻറ്റു 10 എത്ര ആൻസർ? 150. ഒരു 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്. 35 ഇൻറ്റു 12 എത്രയാ? അതെനിക്ക് നോക്കണം. 420. ഓക്കെ, 420. 2 നെഗറ്റീവ്, ആൻസർ ഈസ് പ്ലസ്. 17 ഇൻറ്റു 0 കൊണ്ട് ഏത് സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് സെയിമോ? അല്ല, 0. അതിന് പ്ലസോ മൈനസോ കൊടുക്കണം, വേണ്ട. ഇനി ഇത് 15 ഇൻറ്റു 1 15 1 കൊണ്ട് എന്ത് ചെയ്താൽ ആ സെയിം ആൻസർ തന്നെ അല്ലേ? ഓർക്കുന്നുണ്ടോ നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. 2 മൈനസ് വന്നാൽ ആൻസർ ഈസ് പ്ലസ്. ഓക്കെ, ഇതിങ്ങനെ ചെയ്തു. അപ്പൊ നമുക്ക് ഇത് എ എന്നും കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം. നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. ബി ആദ്യം ചെയ്ത് നോക്കാം. -4 ഇൻറ്റു 3 4 ഇൻറ്റു 3 എത്ര തന്നെയാണ്? 12. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ആൻസർ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വാല്യൂ ആദ്യം വന്നാൽ തന്നെ രണ്ടാമത് വന്നാൽ തന്നെ ആൻസർ പ്ലസ് മൈനസും ആണെന്ന് മാത്രമേ നോക്കുള്ളൂ. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് നെഗറ്റീവ്. അടുത്ത നമ്മൾ തിരിച്ചെഴുതുവാണ്. 12 ഇൻറ്റു -30 360 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ്, ആൻസർ ഈസ് മൈനസ്. അടുത്ത നമ്മൾ ചെയ്യുവാണ്. -10 ഇൻറ്റു -50 തിരിച്ചിട്ട് കേട്ടോ, 150. 2 മൈനസ് ചെയ്താൽ പ്ലസ് ആൻസർ. അടുത്ത -12 ഇൻറ്റു -35 420 ആണല്ലോ ആൻസർ. 2 മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അപ്പൊ ആൻസർ ഈസ് പ്ലസ്. അടുത്ത തിരിച്ചിട്ടു 0 ഇൻറ്റു -70 ഇവിടെ 0 70 മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ 0 ആണ്. പ്ലസും മൈനസും കൊടുക്കണം, വേണ്ട. -1 ഇൻറ്റു -50 1 15 മൾട്ടിപ്ലൈ ചെയ്ത് 15 2 മൈനസ് ആയി വന്നാൽ പ്ലസ്. നമുക്കറിയാം പ്ലസും മൈനസും എവിടെ കിടന്നാലും നമുക്ക് പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഒരു പ്രശ്നമില്ല, ആൻസർ സെയിം തന്നെ ആയിരിക്കും. കണ്ടോ? അപ്പൊ നമ്മൾ എ ഇൻറ്റു ബി ചെയ്തപ്പോഴും ബി ഇൻറ്റു എ ചെയ്തപ്പോഴും ആൻസർ സെയിം തന്നെ കിട്ടി. അപ്പൊ ഇവര് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? അതെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാവോ? നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷൻ ഈസ് വേണ്ട, ഇങ്ങനെ എഴുതി വെക്കണം. ചോദിച്ചാൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ, വെയർ എ ആൻഡ് ബി ആർ ആരായിരിക്കണം? ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. നമ്മൾ ഇൻറ്റിജേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റിജേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ബി ആർ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ദാറ്റ് ഈസ് multiplication of integers is commutative. അപ്പൊ അത് എസ് ആണല്ലേ? കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റിജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസർ ആണെന്ന് പഠിച്ചു. ക്ലോസ്ഡ് ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഒരു കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പഠിച്ചു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായില്ലേ മക്കളെ? രണ്ടെണ്ണം പഠിച്ച് ഇതൊക്കെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണേ. താങ്ക് യു.